എൻ്റെ കുടുംബം ഒരു മുജാഹിദ് കുടുംബമാണ്. എന്നാൽ മകളെ കല്യാണം കഴിച്ച വീട്ടിൽ അവനവൻ്റെ ഇഷ്ടമാണുള്ളത്. പിന്നെ മർദകളുടെ ഭർത്താവ് ഒരു AP സുന്നിക്കാരനാണ്. ഈ മരുമോനാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലുള്ള 3, 7, 40 ആണ്ട് എന്നിവ നടത്തുന്നതിൽ മുൻകൈ എടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കാർക്കും അതിലൊരു താല്പര്യവുമില്ല. ഞങ്ങളിതൊന്നും ചെയ്യാത്തതിന് മോളെ ഓരോന്ന് പറഞ്ഞ് ഇതിൻ്റെ പേര് വഴക്ക് പറയും. അപ്പോൾ എനിക്കും ആങ്ങളമാർക്കും പെങ്ങളുടെ കാര്യത്തിൽ ഇടങ്ങാറാണ്. പെങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന് പറഞ്ഞ് അവർ ഈ മാമൂലുകളൊക്കെ അളിയന് വേണ്ടി ചെയ്യും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. നമ്മൾക്ക് ദീനിലില്ലാത്തൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളിൽ നിന്നും നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ചോദ്യം കുറച്ച് അവ്യക്തമാണ്. ആരെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്? ഇതിൽ എന്താ വെച്ചാൽ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉമ്മയുടെ ചോദ്യമാണ്, അല്ലെങ്കിൽ വാപ്പയുടെ ചോദ്യമാണ്. മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് സമസ്ത ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ മക്കൾ, അതായത് അവളുടെ സഹോദരങ്ങൾ അവിടേക്ക് പോയി ഈ 7 ആണ്ട് പങ്കെടുക്കേണ്ടി വരും. ഈ വീട്ടിലാണെങ്കിൽ ഇത്തരം പരിപാടികളൊന്നുമില്ല. ഇവരെ അഹ്ലുസുന്ന അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് പറഞ്ഞത്. അതെ 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 ഇതെന്താണെന്നറിയോ, നമ്മുടെ ആദർശത്തോട് യോജിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പാഠം. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആളുകൾ പറയും അവരങ്ങനെ ഒരു കണിശമായ യാഥാസ്ഥികത്വമൊന്നുമില്ല എന്ന് പറയും. അത് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ശരിയായ സുന്നത്ത് പാലിക്കണ ഒരാളും അതിനെക്കുറിച്ച് ബോധമില്ലാത്തൊരു യാഥാസ്ഥികരും തമ്മിൽ എല്ലാ വിഷയവും വ്യത്യസ്തമാണ്, കംപ്ലീറ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, എവിടെ എന്ത് കാര്യങ്ങൾ ഇടപെടണമെങ്കിലും ബുദ്ധിമുട്ടാണ്. ഒന്ന് വീട്ടിൽ പോയി ഒന്നിച്ചൊരു ജമാഅത്ത് നിസ്കരിക്കാൻ പോലും പറ്റില്ല. നമ്മളെല്ലാവരും കൂടെ കൂടിച്ചേരുന്നിടത്ത് ഒരാൾ 2 മിനിറ്റ് ഒരു ഉത്ബോധനം നടത്തിക്കോട്ടെ എന്ന ഒരാളെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു മരണ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടുത്തെ ഒന്നിലും ഒരു കാര്യത്തിലും നമ്മളിപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരെ കുളിപ്പിക്കുക. മറ്റേപ്പോൾ പൊതുവെ എന്തായിരിക്കും, പൊതുവായ ആൾക്കാർ വരിക ചെയ്യുക. നമുക്ക് ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ അവിടെയുള്ള കൂട്ടുപ്രാർത്ഥനകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ 7, 3, 14 എന്തൊക്കെയാണ്. ഇനി ഒരു പിന്നെ ഈ ഒരു കുട്ടീനെ ഒരു അക്കയ്ക്ക് അറുക്കുകയാണെങ്കിൽ അതിന് തന്നെ എന്തൊക്കെ തെറ്റായ നിയമങ്ങളാണ് അതിലുള്ളത്. പശുവിനോട് അറുക്കണ ഒരുവിനെ അറുക്കുമ്പോൾ കഴുത്തിൽ കത്തി വെക്കുന്ന അതേ സമയത്ത് ഇവിടെ തലയിൽ കത്തി വെക്കണം. അത് കുറച്ച് അങ്ങോട്ട് മാറാൻ പറ്റില്ല. അങ്ങനെ എന്തൊക്കെ ആചാരങ്ങളാണ്. ഒരു കുടിയിരിക്കുകയാണെങ്കിലോ എന്തൊക്കെ ഉണ്ടാവും അവിടെ. നമുക്ക് നമ്മുടെ മകൾക്കൊരു വീടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചാൽ അന്ന് അവിടെ മൗലൂദ് കേൾക്കാറും. അപ്പോൾ എങ്ങനെയാണ് യോജിച്ച് പോവുക? അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുക എന്നിട്ടാണ്. ഇനി വിവാഹം കഴിച്ച് കൊടുത്തു പോയി ഇനിയിപ്പോൾ നമ്മളതിനെ പറ്റി പറഞ്ഞത് ഇനി എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തായിരുന്നാലും ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് നേരെ നരകത്തേക്കുള്ള കാര്യമാണ്. മറ്റ് തിന്മകളെ പോലെ കുല്ലു ബിദ്അത്തിൻ ദലാല കുല്ലു ദലാലത്തിൻ ഫിന്നാറാണ്. അപ്പോൾ നമുക്കതിൽ എന്തായിരുന്നാലും പങ്കെടുക്കാൻ പറ്റൂല. അപ്പോൾ അതിപ്പോൾ മോളുടെ ഒരു മനസ്സ് കണ്ടും അവൾക്കൊരു വിഷമം വരാതിരിക്കാനും വേണ്ടി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പങ്കെടുക്കും. ഒരു സിയാറത്ത് പോകണം, ഒരു ഷേഖിൻ്റെ മക്ബറിൽ പോകണം എന്നൊക്കെ പറഞ്ഞാലൊക്കെ പോകേണ്ടി വരില്ലേ? അല്ലെങ്കിൽ കുട്ടിൻ്റെ പേരിടാൻ വേണ്ടി ഞങ്ങൾ അങ്ങടെ കൊണ്ടുപോകണം, മമ്പറത്ത് കൊണ്ടുപോവുകയാണ്, നിങ്ങൾ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞാൽ ഈ തൗഹീദിൽ അടിവെച്ചിട്ടൊക്കെ പറ്റൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, ദീനിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാടിൽ അവർ സ്വീകരിക്കണം. അത് അവളും അതേ നിലപാട് തന്നെയാണ് അവിടെ സ്വീകരിക്കേണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യം ഭർത്താവിൽ നമ്മൾ വാങ്ങണം. ഞാൻ ജീവിച്ച ആദർശത്തിൽ ഞാൻ മുജാഹിദാന്ന് അറിഞ്ഞുകൊണ്ടല്ലേ എന്നെ കല്യാണം കഴിച്ചേ, അല്ലേ? അറിഞ്ഞുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കണത്. അപ്പോൾ അവൾ അതുവരെ അനുഷ്ഠിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ അയാൾ സ്വാതന്ത്ര്യം കൊടുക്കണം. ഞാനിതൊക്കെ ഈ ആദർശമൊക്കെ വിട്ടെറിഞ്ഞ് വരുന്നുള്ളൊരു കരാർ അവൾ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അവൾക്കുടെ അവകാശമാണത് ചെയ്യാൻ അനുവദിക്കണം. അത് ഭർത്താവിന് അതിന് തടസ്സപ്പെടുത്താൻ അവകാശമില്ല, അധികാരമല്ലേ.